കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ആദ്യമേ തന്നെ പുതുവർഷത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. 2026 ഈ പുതുവർഷത്തിൻ്റെ ആരംഭ ദിനത്തിൽ നമുക്കായി നൽകപ്പെടുന്ന വചനം, അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല, ചൂടുകാറ്റോ വെയിലോ അവരെ തളർത്തുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ ദയയുള്ളവൻ അവരെ നയിക്കും. നീർച്ചാലുകൾക്കരികിലൂടെ അവരെ കൊണ്ടുപോകും. മലകളെ ഞാൻ വഴിയാക്കി മാറ്റും, രാജവീഥികൾ ഉയർത്തും. ഈ പരിശുദ്ധ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? നമുക്ക് വളരെ ആശ്വാസം തരുന്ന, ഒത്തിരിയേറെ പ്രത്യാശ വർദ്ധിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാന വചനമാണിത്. ഞാൻ അവരെ നയിക്കും. ആത്മാവിൽ നയിക്കപ്പെടുന്നവരായി ഈ പുതുവർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ, സമൂഹങ്ങൾ, അവരുടെ വലിയൊരു പ്രത്യേകതയാണ് ദാഹമോ വിശപ്പുണ്ടാവുകയില്ല. കാരണം പരിശുദ്ധാത്മാവ് അവരെ പരിപാലിക്കുന്നു. അവർക്ക് വേണ്ടതെല്ലാം ആത്മാവ് നൽകുന്നു. നീർച്ചാലിന് അരികിലൂടെയാണ് ഞാൻ അവരെ കൊണ്ടുപോകുന്നത്. വരൾച്ചയുടെ നാളുകളെ അവർ ഭയപ്പെടേണ്ട. ക്ലേശപൂർണമായ സമയങ്ങളുണ്ട്. വലിയ കഷ്ടതകളും പ്രതിസന്ധികളും പലവിധ വിനാശങ്ങളൊക്കെ ലോകരാജ്യങ്ങളിൽ, ജനപദങ്ങളിലെല്ലാം സംഭവിക്കും. വരും വർഷങ്ങളിൽ, ദിനങ്ങളിലെല്ലാം നമ്മളിത് കണ്ടൊന്നും ഭയചകിതരോ ആകുലചിത്തരാകേണ്ട. ആ സമയത്തും നമ്മെ കൃപയോടെ നയിക്കുവാൻ, പരിപാലിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ കരങ്ങൾക്ക് ശക്തിയുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഈ പ്രോമീസ് നിങ്ങൾ വിശ്വസിക്കണം. ചില പുതുവഴികൾ പരിശുദ്ധാത്മ തുറക്കാൻ പോവാണ്. വളരെ വേദനിച്ച് തകർന്നിരിക്കുന്ന എന്തൊരു ജീവിതമാണ്! എത്ര നാളുകളായി ഞാൻ ഈ തകർച്ചയും പരാജയവും കയപ്പേറിയ അനുഭവങ്ങളുമായി മുന്നോട്ട് പോകുന്നു. വഴിമുട്ടി നിൽക്കുന്ന ചില കുടുംബങ്ങളെ ഞാൻ ആത്മാവിൽ കാണുന്നു. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മ ചില പുതുവഴികൾ നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. ഞാൻ മലകളെ വഴികളാക്കി മാറ്റും. യെസ്, എത്ര പവർഫുള്ളായ പ്രോമിസാണ്! നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി കർത്താവ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന മിനിസ്ട്രിക്ക് വേണ്ടി, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ ചില പുതുവഴികൾ പരിശുദ്ധാത്മ തുറക്കുന്ന വർഷമാണിത്. വളരെ ക്ലേശങ്ങളും കഷ്ടതകളും സഹനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിന് നടുവിൽ അസാധാരണമായ ചില വഴികൾ തുറന്ന്, കൃപയുടെ വാതിലുകൾ തുറന്ന്, പ്രിയ ദൈവത്തിന്റെ പൈതലേ, നിന്നെയും നിന്റെ കുടുംബത്തെയും നിനക്കുള്ളതിനെയും നയിക്കുവാൻ പരിശുദ്ധാത്മാവ് ശക്തനാണെന്ന് ഈ പുതുവർഷത്തിന്റെ ആരംഭ ദിനത്തിൽ തൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് വാഗ്ദാനം തരികയാണ്. ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് പ്രത്യാശയോടെ, അതിലേറെ ആനന്ദത്തോടെ ആത്മാവിനെ മഹത്വപ്പെടുത്തുന്നവരായി, കർത്താവിൻ്റെ കരം പിടിച്ച് ജീവിക്കുന്നവരായി നമുക്ക് തീരുമാനമെടുക്കാം. നിങ്ങളേവരെയും ഈ പരിശുദ്ധ വചനത്താൽ കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ.